ഹായ്, എൻ്റെ പേര് നിയോ. ഞാൻ എൻട്രി ഫ്ലൈയുടെ സീനിയർ എഡ്യൂക്കേഷൻ കൗൺസിലർ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ യു കെയുടെ ടോപ്പിക് പറയാനായിട്ടായിരുന്നു ഞാൻ ഈ നിലവിൽ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അതായത് യു കെയിലോട്ട് പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ട്, എന്തൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ്, യു ജി ആണോ പി ജി ആണോ, എത്ര രൂപ വരും, എത്ര ഫൈനാൻസസ് നമ്മൾ അറേഞ്ച് ചെയ്യണം, സ്കോളർഷിപ്സിന്റെ കാര്യങ്ങൾ, ജോബ് പ്ലേസ്മെന്റ്സ്, സ്റ്റേ ബാക്ക്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കവറേജ് തരാനായിട്ടായിരുന്നു ഈ വീഡിയോ. സോ യു കെയിലേക്കുള്ള നമ്മൾ ഇനീഷ്യലി ആയിട്ടുള്ള സ്കെലറ്റൽ സ്ട്രക്ചർ പറയുന്നുണ്ടെങ്കിൽ 5 സ്റ്റെപ്പ് ആയിരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ലൈക്ക് ഒരു സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ 5 സ്റ്റെപ്പ് പ്രോസസ്സ് ആയിരിക്കുള്ളൂ. ഇനീഷ്യലി നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റി നമ്മളുടെ പ്രൊഫൈൽ എടുക്കുമോ, ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയും. അതായത് യു കെയിൽ ഏകദേശം ഒരു 190 യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ പ്രൊഫൈൽ എടുക്കും, ഏതിനകത്തേക്ക് നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുക, ഏതൊക്കെ യൂണിവേഴ്സിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകളുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ്, അതിനകത്ത് ഇപ്പോൾ ചിലപ്പോൾ ഒരു 10-30 യൂണിവേഴ്സിറ്റീസ് ഉണ്ടാകും, ചിലപ്പോൾ 10 യൂണിവേഴ്സിറ്റീസ് ഉണ്ടാകും, ചിലപ്പോൾ 5 യൂണിവേഴ്സിറ്റീസ് ഉണ്ടാകും. അതിനകത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലോട്ട് ആപ്ലിക്കേഷൻ വിടണം എന്നുള്ളതിൻ്റെയാണ് രണ്ടാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ഈ ആപ്ലിക്കേഷൻ റിക്വയർമെന്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ അതേപോലെ 10th ഡോക്യുമെന്റ്, പാസ്പോർട്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്തുകൊണ്ട് യു കെയിലിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു, എന്തുകൊണ്ട് ഈ കോഴ്സ് എടുക്കുന്നു, എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കവറപ്പ് ചെയ്യുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്. ഇതും കൂടെയുള്ള വെച്ചിട്ടാണ് നമ്മൾ നിലവിൽ യൂണിവേഴ്സിറ്റിയോട് അപ്ലൈ ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി നമ്മൾ ഈ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നോക്കിയിട്ട് പറയും, ഓക്കെ ഈ സ്റ്റുഡൻറ്റ് നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു സീറ്റ് കൊടുക്കാം എന്ന് പറയും. അത് ഐദർ കണ്ടീഷണൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിരിക്കും സീറ്റ് വരുന്നത്. അതിനെയാണ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്നും അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്യുമെന്റ്സ് പെൻഡിങ് ഉണ്ടാവും, ചിലപ്പോൾ IELTS ആയിരിക്കും ക്രൈറ്റീരിയ വരുന്നത്, ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ ആയിരിക്കും ക്രൈറ്റീരിയ വരുന്നത്, ചിലപ്പോൾ ഇനീഷ്യൽ പേയ്മെന്റ് ആയിരിക്കും നമുക്ക് ക്രൈറ്റീരിയ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ള ഓഫർ ലെറ്ററിനെയാണ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ നമ്മൾ കൊടുത്തു, IELTS ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട്, നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്, CV എല്ലാം ഫിൽഡ് ആണ്, എല്ലാം വെച്ചിട്ട് കൊടുക്കുന്നതിനാണ് ഈ അൺകണ്ടീഷണൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയും. അതാണ് ഈ അൺകണ്ടീഷണലിന്റെയും കണ്ടീഷണലിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്റർവ്യൂ ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യും. അതായത് ഇനീഷ്യൽ പേയ്മെന്റ് എന്ന് പറയും, ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അതിനകത്തേക്ക് എന്തായാലും കടന്നു വരാം. അപ്പൊ ഇന്റർവ്യൂ ഉള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇനീഷ്യൽ പേയ്മെന്റ് അടക്കാൻ. ചില യൂണിവേഴ്സിറ്റിയിൽ ഇന്റർവ്യൂ ഉണ്ടാവും, ചില യൂണിവേഴ്സിറ്റിയിൽ ഇന്റർവ്യൂ ഉണ്ടാവില്ല. ഇന്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നമുക്ക് ഇനീഷ്യൽ പേയ്മെന്റ് അടക്കാൻ പറ്റും. ഈ പേയ്മെന്റ് അടച്ചാലാണ് നമുക്ക് ക്യാഷ് എന്ന് പറയുക, കൺഫർമേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് അടുത്തുനിന്ന് ഈ യൂണിവേഴ്സിറ്റി നമ്മളുടെ പേരിൽ മേടിച്ചിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ വിസയിലേക്ക് കടക്കുള്ളൂ. അതാണ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ക്യാഷ് ഇഷ്യൂ ചെയ്തും കിട്ടും, വിസയിലേക്ക് വെക്കുന്നതാണ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഒരു സ്കെലറ്റൽ സ്ട്രക്ചർ വരുന്നത് യു കെയിലോട്ട് നമ്മൾ പോകുന്നതിന്റെ പ്രൊസീജിയേഴ്സ്. അതായത് നമ്മൾ 1 യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, 2 യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഇടണം, 3 യൂണിവേഴ്സിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഓഫർ ലെറ്റർ തന്നെ, 4 നമുക്ക് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ, അല്ലാന്നുണ്ടെങ്കിൽ പേയ്മെന്റ്, ഡയറക്റ്റ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പേയ്മെന്റ്. 5th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് വിസ വെക്കുന്നതാണ് 5th സ്റ്റെപ്പ്. ഇത്രയുമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പ്രൊസീജിയേഴ്സിൽ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഏതൊക്കെ കോഴ്സുകളാണ് എടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ 2 തരത്തിലാണ് മെയിൻലി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UG കോഴ്സും, അത് കൂടുതൽ പിള്ളേർ എടുക്കുന്നത് UG കോഴ്സും PG കോഴ്സും ആണ് എടുക്കുന്നത്. UG കോഴ്സ് ആകുമ്പോഴത്തേക്ക് 3 വർഷത്തെ കോഴ്സ് ആയിരിക്കും. റെസ്പെക്റ്റീവ് ഓഫ് നമ്മളുടെ ഏതാണോ നമ്മൾ കോഴ്സ് എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ മാറുന്നത്. പക്ഷേ കൂടുതലും 3 ഇയേഴ്സ് ആയിരിക്കും നമുക്ക് കോഴ്സ് വരുന്നത്. PG വരുമ്പോഴത്തേക്കും നമുക്ക് 1 ഇയർ ആയിരിക്കും കോഴ്സ് വരുന്നത്. പക്ഷേ ചില യൂണിവേഴ്സിറ്റികൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് 2 വർഷത്തേക്ക് കോഴ്സ് പോകും. പക്ഷേ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇയർ ആയിരിക്കും കോഴ്സ് വരുന്നത്. ഇതായിരിക്കും മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത് നമ്മൾ യു കെയിൽ പഠിക്കുന്നതിന്റെ. അതായത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൊല്ലത്തെ കോഴ്സ് നമുക്ക് 1 കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റും, 4 കൊല്ലത്തെ കോഴ്സ് നമുക്ക് 3 കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റും. ഇതാണ് മെയിൻലി ആൾക്കാർ യു കെ ചൂസ് ചെയ്യാനുള്ള വേറൊരു റീസൺ വരുന്നത്. അതേപോലെ തന്നെ യു കെയിലെ ജോബ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ജോബ് മാർക്കറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഷോർട്ടേജ് ഒക്യുപ്പൻസി ലിസ്റ്റിൽ വരുന്ന ഒരുപാട് നമ്മുടെ സ്ട്രീമുകളുണ്ട്. അതായത് BTech എഞ്ചിനീയറിംഗ്, സോഷ്യൽ വർക്ക്, മെഡിസിൻ റിലേറ്റഡ്, അങ്ങനെ പലതരത്തിലുള്ള ഫീൽഡുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് കമ്പനികളുടെ ഹബ്ബ് നമുക്ക് യു കെയിൽ സിറ്റുവേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ വരുന്നത് മെഡിക്കലാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് എഞ്ചിനീയറിംഗിലോട്ട് പോരും. അപ്പോൾ അങ്ങനത്തെ പിന്നെ ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ്സുകളുടെ ഹബ്ബ് അവിടെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ജോബ് ഓപ്പണിങ്സും യു കെയിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു സ്റ്റേ ബാക്കിന്റെ കാര്യങ്ങൾ. ഇപ്പം യു കെ സ്റ്റേ ബാക്ക് എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. നിലവിൽ പ്ലെയിൻ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ യു കെയുടെ സ്റ്റേ ബാക്കിന്റെ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. നിലവിൽ എന്തെങ്കിലും
അതിൻ്റെതായുള്ള റിപ്പോർട്ട് കിട്ടുന്നതുവരെ ഒരു മാറ്റവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ആരും പേടിക്കണ്ട. പിന്നെ വരുന്നതാണ് നമുക്ക് ഫൈനാൻസിങ്ങിന്റെ കേസുകൾ. അതായത് യു കെയിൽ മെയിൻലി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ FD അല്ലെങ്കിൽ സേവിങ്സ് 28 ദിവസം മെച്യൂർ ആയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് വെക്കാൻ പറ്റുള്ളൂ. അല്ല എന്നാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ലോൺ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിൽ അതിൻ്റെതായിട്ടുള്ള ഫോർമാലിറ്റീസ് ബാങ്കിന്റെ ത്രൂ ഉണ്ടാവും. മറ്റേതാകുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ ഫൈനാൻസസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഇനി യു കെയുടെ കോഴ്സുകളുടെ റേറ്റുകൾ വരുമ്പോഴത്തേക്ക് ഏകദേശം ഇൻ ആൻഡ് അറൗണ്ട് ഒരു 10-12 ലാക്സ് തൊട്ട് ഒരു 20-25 ലാക്സ് വരെ പോകുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റും നമ്മളുടെ റിക്വയർമെന്റും നമ്മൾ നോക്കുന്ന യൂണിവേഴ്സിറ്റിയും കോഴ്സും അനുസരിച്ചിരിക്കും നമ്മളുടെ ഫർദർ ആയിട്ടുള്ള ഫൈനാൻസിന്റെ കാര്യങ്ങൾ വരുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുടെ ഒരു കോഴ്സാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിനകത്ത് നമുക്ക് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാഷ് എമൗണ്ട് നമ്മളൊരു 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ബാക്കി 5 ലക്ഷം രൂപയും ലിവിങ് എക്സ്പെൻസ് എത്രയാണോ, നമ്മളിപ്പോൾ ഇന്നർ ലണ്ടൻ ആണെന്നുണ്ടെങ്കിൽ 12 ലാക്സും ഔട്ടർ ലണ്ടൻ ആണെന്നുണ്ടെങ്കിൽ 9 ലാക്സുമാണ് നമുക്ക് ലിവിങ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ എത്രയാണോ ലിവിങ് എക്സ്പെൻസ് പ്ലസ് റിമൈനിങ് ട്യൂഷൻ ഫീസാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റിൽ കാണിക്കേണ്ടത്. ഒന്നുകൊണ്ട് വ്യക്തമാക്കി തരാം. 10 ലക്ഷം രൂപയിൽ നമ്മൾ 5 ലക്ഷം രൂപ അടച്ചു. ബാക്കി 5 ലക്ഷം രൂപയും പ്ലസ് ഒരു 10 ലക്ഷം രൂപയും കൂടെയാണ് നമ്മൾ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത്. അത് ഐദർ എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് കാണിക്കാം, അല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് FD ആയിട്ടോ സേവിങ്സ് ആയിട്ടോ കാണിക്കാൻ പറ്റും 28 ദിവസത്തെ മെച്യൂരിറ്റി പീരീഡിന് ശേഷം. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനാൻസിങ്ങിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫീസ് ചില യൂണിവേഴ്സിറ്റികളിൽ 4 ലക്ഷം രൂപ അടച്ച് കയറി പോയാൽ മതി, ചില യൂണിവേഴ്സിറ്റികൾ 5 ലക്ഷം രൂപ അടച്ച് കയറി പോകാൻ പറ്റും, ചില യൂണിവേഴ്സിറ്റികൾ 50% ട്യൂഷൻ ഫീസ് അടച്ച് കയറി പോകേണ്ടി വരും, ചില യൂണിവേഴ്സിറ്റികൾ ഫുൾ ഫീസ് ആയിരിക്കും അടക്കുന്നത്. അപ്പം നിലവിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഏതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നു അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫൈനാൻസിങ് കാണിക്കാന്നുള്ള കാര്യങ്ങൾ വരുന്നത്. ചില യൂണിവേഴ്സിറ്റികളിൽ അതുകൂടാതെ സ്കോളർഷിപ്പുകൾ കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. 1000 പൗണ്ട്സിന് സ്കോളർഷിപ്പ് ഉണ്ടാവും, 5000 പൗണ്ട്സിന് സ്കോളർഷിപ്പ് ഉണ്ടാവും, അതിന് മേലോട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും ഇന്നമാതിരി സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾക്കായിട്ട്. എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന സ്കോളർഷിപ്പിന്റെ പേരുകളൊക്കെയാണ് ഷെവനിങ് സ്കോളർഷിപ്പ്, വൈസ് ചാൻസലർ സ്കോളർഷിപ്പ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് സ്പോർട്സിന് സ്കോളർഷിപ്പ്, ഒരുപാട് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആയിരിക്കും യു കെയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കൊടുക്കുക ഏതിനകത്താണോ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് അങ്ങനെ സ്കോളർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്തേക്കാം. വലിയ സ്കോളർഷിപ്പുകളൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു വർഷം 5 കുട്ടികളോ 10 കുട്ടികളോ 15 കുട്ടികൾക്കൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പ് നമുക്ക് എലിജിബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു എസ്സേയും നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഏത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തേക്ക്. അങ്ങനെ യൂണിവേഴ്സിറ്റി നമ്മളുടെ നോക്കിയിട്ട് നമ്മളുടെ സ്റ്റുഡൻറ് ID കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് അവർ നോക്കി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. അല്ല എന്നാണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ഒരു ഗ്യാരണ്ടീഡ് സ്കോളർഷിപ്പ് എല്ലാ സ്റ്റുഡൻസിനും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇന്നമാതിരി അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ നമുക്ക് സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾക്ക് അവൈൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വിസ, ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്. അതായത് ഒരു കൊല്ലത്തെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇയറിന്റെ IHS സർചാർജ് എന്ന് പറയും ഇൻഷുറൻസ് എമൗണ്ട്. അത് ഏകദേശം 1,20,000 രൂപയോളം വരും. അത് ഡിപ്പെൻഡിങ് ആണ്, അത് വേരി ചെയ്യും. ചിലപ്പോൾ പൗണ്ടിന്റെ റേറ്റ് വേരിയേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ UKVA മാറ്റിയതാണ് ഈ കഴിഞ്ഞിടക്ക്. 75 ആ റേഞ്ചിലായിരുന്നു, ഇപ്പൊ നിലവിൽ 1.2 ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസിന്റെ എമൗണ്ട് മാത്രം 1.2 വരുന്നുണ്ട്. വിസയുടെ എമൗണ്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം 52,000. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിലത്തെ ഇപ്പോഴത്തെ റേറ്റ് വരുമ്പോഴത്തേക്ക് 52,000 വിസക്കും വരുന്നുണ്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇതെല്ലാം കൂടി ഏകദേശം ഒരു 2.5 ലാക്സ് കൂടി നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. നമ്മൾ UK പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വിസക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു എമൗണ്ട് കൂടി നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഫൈനാൻസിങ്ങിന്റെ കാര്യങ്ങൾ. ഇത്രയാണ് മെയിൻലി UK വരുന്നത്. പിന്നെ പോകുന്നതിന് മുന്നുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള അക്കോമഡേഷൻ്റെ ഇനീഷ്യൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും, ഒട്ടുമിക്കല്ല. അപ്പം അതിൻ്റെയും കൂടെ കാര്യങ്ങൾ കരുതുക. പിന്നെ അതേപോലെ തന്നെ എൻട്രി റിക്വയർമെന്റിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ടായിരുന്നു ഒരുപാട് പഠിച്ച പിള്ളേർക്ക് മാത്രമേ അല്ലെങ്കിൽ സപ്ലിമെന്ററി ഇല്ലാത്ത പിള്ളേർക്ക് മാത്രമേ UK നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ള കാശ്. അതൊക്കെ വെറുതെ ആട്ടോ. കാരണം 40% ഡിഗ്രി മാർക്കുള്ള പിള്ളേർക്ക് തൊട്ട്, അതായത് 40% തൊട്ട് നമുക്ക് അഡ്മിഷന്റെ കാര്യങ്ങൾ കിട്ടും. 40% കിട്ടും. പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ എണ്ണം കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. 40% കിട്ടും, 45 കിട്ടും, 50 കിട്ടും, 50-ന് മേലോട്ട്, ഒരു 55-ന് മേലോട്ടാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളും എടുക്കും. 60-ന് മേലോട്ടാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റിയും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് തിങ്. പിന്നെ ചില ആൾക്കാരുണ്ട് IELTS പഠിച്ചാൽ മാത്രമേ നമുക്ക് UK ഒരു അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അതും ഇല്ല. ചില യൂണിവേഴ്സിറ്റികളിൽ, അതായത് വലിയ യൂണിവേഴ്സിറ്റികൾ നമ്മൾ കൊടുക്കില്ലേ, നമ്മൾ ഫോർ എക്സാമ്പിൾ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റിയുടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ IELTS മാൻഡേറ്ററി ആയിട്ട് വരുന്നൊരു കേസുള്ളൂ. ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ +2ന്റെ മാർക്ക് ഇന്റേണലി യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ടെസ്റ്റുകൾ, അത് ലാംഗ്വേജ് ടെസ്റ്റാണ്, അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് IELTSന്റെ ആവശ്യം വരുന്നില്ല.
പിന്നെ റീസെന്റ് പാസ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി പോവാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റിയാണ്. ചില യൂണിവേഴ്സിറ്റികൾ എടുക്കും, ചില യൂണിവേഴ്സിറ്റി എടുക്കില്ല. അപ്പോൾ അതങ്ങനെ നമ്മുടെ റിക്വയർമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റികളുടെ കൗണ്ടുകൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ബാക്ക്ലോഗ്സ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും മാർക്ക് കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിലും നമുക്ക് UKLOT അപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് നീക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ പേടിക്കേണ്ട. ഇനിയിപ്പോൾ 50% താഴേക്കുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഡയറക്റ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ പറ്റും. ഇല്ല എന്നാണെങ്കിൽ എക്സ്റ്റെൻഡഡ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കോഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ചില യൂണിവേഴ്സിറ്റികളിൽ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ റിക്വയർഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നിലവിൽ അങ്ങനെ എക്സ്റ്റെൻഡ് മാസ്റ്റേഴ്സോ എൻഹാൻസ്ഡ് മാസ്റ്റേഴ്സോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രീ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് പോവാം. ആ പ്രോഗ്രാം പഠിച്ചതിന് ശേഷം അവർ തന്നെ ഈ യൂണിവേഴ്സിറ്റിയോട് പ്ലേസ്ഡ് ആക്കി തരും. അങ്ങനത്തെയും ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പ്രീ മാസ്റ്റേഴ്സ് അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 6 lakhs ആ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ആഗ്രഹിച്ചൊരു യൂണിവേഴ്സിറ്റി നമുക്ക് സീറ്റ് കിട്ടുന്നില്ല, കാരണം നമുക്ക് മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് പോകാം. ആ പ്രീ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ത്രൂ നമുക്ക് UKLOT നമ്മൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആഗ്രഹിച്ച പഠിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മളുടെ കാര്യങ്ങളും ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതാണ് മെയിൻലി UKയുടെ ഒരു ഗുണം വരുന്നത് വെച്ചാൽ IELTS കാര്യങ്ങൾക്കാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഫൈനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, വിസയുടെ കാര്യത്തിലാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരുപാട് കണ്ടീഷൻസ് ഒന്നുമില്ല. നമുക്ക് ഇഫ് അറ്റ് ഓൾ വിസ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റിജക്ഷൻ്റെ റേറ്റ് വളരെ 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 കുറവാണ്. അൺലെസ് ആൻഡ് അൺടിൽ ഫോർജറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ വിസ റിജക്ഷൻ വരാൻ ചാൻസ് ഉള്ളൂ. അല്ല എന്നാണെങ്കിൽ വിസ റിജക്ഷൻ കാര്യങ്ങളൊന്നും നമുക്ക് വരാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പേടിക്കണ്ട. നോക്കിയും കണ്ടും പ്രൊസീജിയർ ചെയ്താൽ മാത്രം മതി. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര നാളെടുക്കും നമുക്കൊരു പ്രോസസ്സ് തുടങ്ങി ആ പ്രോസസ്സ് തീർക്കാനായിട്ട് എത്ര നാളെടുക്കും എന്നുള്ളൊരു ടൈം ലൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നിലവിലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏതൊക്കെ ഉണ്ടെന്ന് അറിയാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 ദിവസം എടുക്കും നമുക്ക് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ സെലക്ഷൻ ഇടാൻ. വൺസ് ആപ്ലിക്കേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റിക്ക് ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞൊരു ടൈമുണ്ട്. അതായത് ഓഫർ ലെറ്റർ അവർ റിലീസ് ചെയ്യാനായിട്ടുള്ള ടൈമിനെയാണ് ഈ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾ 1 ദിവസമായിരിക്കും, ചില യൂണിവേഴ്സിറ്റികൾ 3 ദിവസമായിരിക്കും, ചില യൂണിവേഴ്സിറ്റികൾ 2 ആഴ്ചയായിരിക്കും, ചില യൂണിവേഴ്സിറ്റികൾ 4 ആഴ്ചയായിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ ടേൺ അറൗണ്ട് ടൈം വെച്ചിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ സെലക്ട് ചെയ്യാനും കൂടെ. നമുക്ക് ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 4 ആഴ്ചയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നുണ്ടെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ ലെറ്റർ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4 ആഴ്ച ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ വരുന്ന പിള്ളേരുടെ കേസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 4 ആഴ്ച നമുക്ക് ടേൺ അറൗണ്ട് ടൈം എന്നുള്ള രീതിയിൽ കൂട്ടാം, ഇച്ചിരി കൂട്ടി തന്നെ കൂട്ടാം. അപ്പോൾ 1 മാസം എടുത്ത് നമ്മൾ നിലവിൽ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ്. വൺസ് ഓഫർ ലെറ്റർ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇഫ് ഇറ്റ് ഓൾ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പേയ്മെന്റിലോട്ട് കിടക്കാം. ഇപ്പോൾ കണ്ടീഷനിൽ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർവ്യൂ ഉണ്ട്, ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനും ആ ഇന്റർവ്യൂവിലേക്ക് നമുക്ക് അപ്പിയർ ചെയ്യാനും ആയിട്ടുള്ള സ്ലോട്ട്, അതിൻ്റെ ഔട്ട്കം ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 20 days ആ റേഞ്ചിലോട്ട് എടുക്കും. നമ്മൾ പ്രിപ്പയർ ചെയ്യാനും നമ്മൾ മോക്ക് ഇന്റർവ്യൂ എടുക്കാനും നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അതിൻ്റെ ഔട്ട്കം കിട്ടാനായിട്ട് ഏകദേശം 20 days അടുത്ത് എടുക്കും. അപ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം 1.5 മാസത്തിനടുത്തായി. ഇനി വൺസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നമ്മുടെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു, യൂണിവേഴ്സിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, ഇംഗ്ലീഷ് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യൽ പേയ്മെന്റ് ചെയ്യാം. ഇനീഷ്യൽ പേയ്മെന്റ് ചെയ്ത് റെസിപ്റ്റ് അടുത്ത ദിവസത്തേക്ക് കിട്ടും. റെസിപ്റ്റ് അടുത്ത ദിവസത്തേക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ് ഷീൽഡ്, ചില യൂണിവേഴ്സിറ്റിയിൽ ക്യാഷ് ഷീൽഡ് ആയിട്ടായിരിക്കും, ചില യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ക്യാഷ് ആയിരിക്കും. ക്യാഷ് റിലീസ് ചെയ്യാൻ ഏകദേശം എങ്ങനെ പോയാലും ഒരു 1 to 2 weeks ക്യാഷിന് ടൈം എടുക്കും. അപ്പോൾ തന്നെ 2 months ആയി. ക്യാഷ് വൺസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിസ ഫയൽ ചെയ്യുമല്ലോ. വിസ ഫയൽ ചെയ്യാനായിട്ട് ഏകദേശം 2 days മതി. വിസ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് നോർമൽ വിസ ആണെന്നുണ്ടെങ്കിൽ 20 days എടുക്കും നമുക്ക് വിസ കിട്ടാനായിട്ട്. അത് പ്രയോറിറ്റി വിസയിൽ കൊടുക്കാം. ഒരു ആഡ് ഓൺ ആയിട്ട് നമ്മൾ 52,000 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രയോറിറ്റി വിസ എടുക്കാൻ പറ്റും. പ്രയോറിറ്റി വിസ എടുത്തു കഴിഞ്ഞാൽ 5 to 6 days വിസ കയ്യിൽ കിട്ടും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആണ് പ്രോസസ്സിങ് തീരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 days ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി വിസയിലേക്ക് എടുക്കുക. കാരണം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് 7 ദിവസം വരെ സ്റ്റുഡൻസിനെ യൂണിവേഴ്സിറ്റി എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചില യൂണിവേഴ്സിറ്റികൾ 7 ദിവസം തരും, ചില യൂണിവേഴ്സിറ്റി 7 ദിവസം തരില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് മിനിറ്റ് ഇടുന്ന സ്റ്റുഡൻസിന്റെ കേസായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിലവിൽ ആ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമുക്ക് എന്നാണ് ഓറിയന്റേഷൻ, ആ സ്റ്റാർട്ടിംഗ് ഡേറ്റിന് മുന്നേ എത്താനുള്ള കാര്യങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ടൈം ഇല്ല എന്നാണെങ്കിൽ പ്രയോറിറ്റി വിസയിൽ കൊടുക്കാം, ഇല്ല എന്നാണെങ്കിൽ ടൈമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നോർമൽ വിസയിൽ കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് മെയിൻലി ടൈം ലൈൻ വരുന്നത്. ഇതിന് എക്സ്റ്റേണൽ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷണൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ലോൺ നമുക്ക് സാങ്ഷൻ ആവാനുള്ള ടൈം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ നമ്മൾ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് എഡ്യൂക്കേഷൻ റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെന്നിട്ട് കൊടുക്കണം, ദേ ഇന്ന മാതിരി എനിക്കൊരു
ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് ഇത്ര രൂപ വരും എന്നുള്ളതിന് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഓഫർ ലെറ്ററിന്റെ ബേസിസിലായിരിക്കുള്ളൂ നമ്മളുടെ ഇപ്പോൾ വീടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വീടിന്റെ വാല്യൂഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്, ബാങ്കിന്റെ ആൾക്കാർ. അങ്ങനെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ലോണിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ഏകദേശം ബാങ്കിന്റെ പ്രോസസ്സ് മാത്രം ഇൻ ആൻഡ് അറൗണ്ട് 1.5 അല്ലെങ്കിൽ 2 മന്ത്സോളം എടുക്കും. അപ്പൊ അതും കൂടെ കണക്കൂട്ടിയിട്ട് വേണം നമ്മുടെ ഫൈനാൻസസ്. അഡ്മിഷൻ ഒരു സൈഡിലും കൂടെ വിടുക, ഫൈനാൻസസ് വേറെ സൈഡിൽ കൂടെ വിടുക. ഇത് രണ്ടും കൂടെ ജോയിൻ ആവുന്ന ഒരു സ്ഥലമാണ് വിസയുടെ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിസ ഒരു 20 days എടുക്കും. അപ്പോൾ ബാങ്ക് ലോൺ എടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മാസം ബാങ്കിന് തന്നെ കൊടുക്കേണ്ടി വരും. അഡ്മിഷൻ ഇപ്പുറത്തൂടെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ടൈം ലൈൻ കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് UK ഒരു ജനറൽ ഔട്ട്ലൈൻ അല്ലെങ്കിൽ ജനറൽ സ്കെലറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇഫ് അറ്റ് ഓൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടും. ഇവിടെ ഒരു കൗൺസിലർ നിങ്ങളെ വിളിച്ച് ഗൈഡ് ചെയ്ത് തരും നിങ്ങളുടെ കംപ്ലീറ്റ് സ്റ്റെപ്സ്, സ്റ്റാർട്ടിങ് ഫ്രം ഷോർട്ട് ലിസ്റ്റിംഗ് ടുവേർഡ്സ് ദെയർ വിസ പ്രോസസ്. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരും.